കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇക്കാൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരുപാട് സ്വീറ്റ്സ് എനിക്ക് ഇഷ്ടമാണെങ്കിലും അതിനകത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. കാരണം രണ്ടുണ്ട് കാര്യം, ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. മിക്സിയുടെ ജാറിലോട്ട് എള്ളെടുത്ത് ഒന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് അതേ ജാറിലോട്ട് ശർക്കരയും തേങ്ങയും ചേർത്തിട്ട് ഒന്നും കൂടെ വീണ്ടും കറക്കുക. പിന്നെ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള എള്ള് ചേർത്ത് വീണ്ടും ഒന്നും കൂടെ കറക്കുക, മൊത്തത്തിൽ കറക്കൽ. എന്നിട്ട് നമ്മളൊരു ബൗളിലോട്ട് ഇതെല്ലാം മാറ്റി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സംഭവം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതൊന്ന് സോഫ്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് നെയ്യും കൂടെ പുരട്ടിയെടുത്തു. എന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി മാറ്റി വെക്കുക. കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കാഷ്യൂ നട്ടും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് പകരം ബദാമോ വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഒരു 2-3 ദിവസമൊക്കെ നിങ്ങൾക്ക് ഇത് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് വേണം കേട്ടോ നിങ്ങളിത് കഴിക്കാൻ. നമ്മളിതിനകത്ത് ശർക്കര പാവ് കാച്ചിട്ടൊന്നും അല്ലല്ലോ ഉപയോഗിച്ചത്, അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സോഫ്റ്റായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നല്ല കട്ടിക്ക് തിക്കായിട്ട് കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് കഴിക്കാം. അപ്പോൾ നല്ല കട്ടിക്ക് നമുക്ക് തന്നെ കഴിക്കാം. എനിക്കിങ്ങനെ സോഫ്റ്റായിട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം, നല്ല ടേസ്റ്റ് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മളെ റെസിപ്പി പറഞ്ഞ ആൾക്കൊക്കെ നമുക്ക് കൊടുത്തു, എല്ലാവർക്കും കൊടുത്ത് ഭയങ്കര ഇഷ്ടത്തോടെ എല്ലാവരും കഴിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക, ഭയങ്കര എളുപ്പമാണ്, സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക്